So good morning. Good morning, sir. Good morning, sir. Good morning. PPT visible ആണോ? Yes, sir. Okay. So today we will continue with the tutorial on normal shock. So innom naaleയും we will be solving a few more problems. നമുക്ക് നാളെയും കൊണ്ട് തേർഡ് മൊഡ്യൂൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുവാണ്, വൈൻഡപ്പ് ചെയ്യുവാണ്. So from Monday we will begin the fourth module. അപ്പൊ ഇതില് ഇപ്പൊ നമ്മള് ഹലോ രണ്ട് പ്രോബ്ലം കണ്ടതിൽ ഒന്ന് ഡക്റ്റിന്റെ കേസ് നമ്മൾ കണ്ടു. ഡക്റ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ഏരിയ ഡക്റ്റ്. അപ്പൊ ഇന്നലെ ചെയ്ത അതിന് തൊട്ട് മുമ്പ് ദിവസം ചെയ്ത രണ്ടും ഒരു കൺവേർജിങ് ഡക്റ്റ് അല്ലെങ്കിൽ ഡൈവേർജിങ് ഡക്റ്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ നോർമലി ഈ നോർമൽ ഷോക്കോവിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ ഈ വേരിയബിൾ ഏരിയ ഡക്റ്റ് കൂടാതെ കോൺസ്റ്റന്റ് ഏരിയ ഡക്റ്റ് വരുന്ന കേസ് പ്രോബ്ലംസ് വരാറുണ്ട്. അത് അൺമ്യൂട്ട് ആരോ അൺമ്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട് മ്യൂട്ട്. Dharandubi. പാത്രത്തിന്റെ സൗണ്ട് ഒക്കെയാണ് കേൾക്കുന്നത് എനിക്ക്. അപ്പൊ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്സിന്റെ കേസിലുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി നമ്മളിപ്പോ നോസിലായാലും ഷോർട്ട് ഡക്ട്സിന്റെ കേസാണ്. ഡിഫ്യൂസർ, കൺവർജന്റ് ഡക്ട്, ഡൈവേർജന്റ് ഡക്ട് എന്നൊക്കെ പറയും. നമ്മൾ ഒന്നുകിൽ നോസിൽ അല്ലെങ്കിൽ ഡിഫ്യൂസർ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പൊ അവിടെ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ കണ്ടീഷൻസ്, അതായത് ഷോക്കോസ് ഇല്ലാത്ത റീജിയൻസിൽ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോയുടെ അസംഷൻസ് നമുക്ക് വാലിഡ് ആണ്. അത് ഞാൻ പറഞ്ഞു. കാരണം ഷോർട്ട് ഡക്ട്സിന്റെ കേസിൽ ഈവൺ ദോ there will be friction, fluid friction, ലെങ്ത് വളരെ ഷോർട്ട് ആയതിന്റെ പേരിൽ we can approximate the rest of the flow as isentropic. അതുകൊണ്ടാണ് നമ്മൾ ഷോക്കോസിന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ഐസെൻട്രോപിക് കണ്ടീഷൻസ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത്. ബട്ട് വെൻ വി ഡിസ്കസ് ദി ഷോക്കോസ് ഇൻ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്, കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, പൈപ്പ് ലൈൻസ് ആണ്. ഒരു ഡയമീറ്റർ കോൺസ്റ്റന്റ് ആണ്. വാരിയബിൾ ഏരിയ ഡക്ട് അല്ല, കോൺസ്റ്റന്റ് ഏരിയ ഡക്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ സിഗ്നിഫിക്കന്റ് ആയിരിക്കും. വി കനോട്ട് നെഗ്ലക്ട് ദ എഫക്ട് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ ആ കേസ് വരുന്ന പ്രോബ്ലംസും ഈ ഷോക്കോസിന്റെ കേസിൽ വരാറുണ്ട്. അപ്പൊ നമ്മളത് ആക്ച്വലി ഐ വിൽ ബി കവറിംഗ് ദാറ്റ് സോർട്ട് ഓഫ് പ്രോബ്ലംസ് ആഫ്റ്റർ ഡിസ്കസിംഗ് ദി മൊഡ്യൂൾ 4. അവിടെ മൊഡ്യൂൾ 4 നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാനോ ഫ്ലോ എന്ന് പറയുന്നതാണ്. ഫാനോ ഫ്ലോ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ് ഏരിയ ഡക്ട് വിത്ത് ഫ്രിക്ഷൻ കേസാണ്. അപ്പൊ ഫാനോ ടേബിൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഐസെൻട്രോപിക് ഫ്ലോ ടേബിളും ഷോക്കോ ടേബിളും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷോക്കോസിന്റെ പ്രോബ്ലംസ് ഇപ്പൊ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്ന ഉള്ളതായ ടൈപ്പാണ്. അപ്പൊ നമുക്ക് ഐസെൻട്രോപിക് ഫ്ലോ ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പാരലായിട്ട് നമ്മൾ നോർമൽ ഷോക്ക് ടേബിൾ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. But there are cases where normal shock occurs in the pipelines. അപ്പോൾ പൈപ്പ് ലൈൻസിന്റെ കേസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ടി വരും. So we will be assuming or considering the flow as ഫാനോ ഫ്ലോ. അപ്പൊ ഫാനോ ഫ്ലോ എന്താണ്, അതിന്റെ കേസിലുള്ള ഇക്വേഷൻസും അതിന്റെ ടേബിളും ഒക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ നെക്സ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഫാനോ ഫ്ലോയും ഷോക്കോസും വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് വരാം. അത് നമ്മൾ അടുത്ത മൊഡ്യൂള് കഴിഞ്ഞ അതിന്റെ ഇതില് ഫാനോ ഫ്ലോയുടെ പ്രോബ്ലം ചെയ്യുന്നതിന്റെ കൂട്ടത്തില് അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകും. ഇന്നും നാളെ ചോദിക്കുന്ന ഒരു പ്രോബ്ലം നാളെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോക്കോസിൽ അല്ലാതെയുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് പ്രാക്ടീസ് മതിയെ നമുക്ക്. അപ്പൊ ഇന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു വാരിയബിൾ ഏരിയ ഡക്ട് കേസ് തന്നെയാണ്. ഒരു കൺവേർജിങ് ഡൈവേർജിങ് വരുന്നത്. So you copy that question and the diagram. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ സോൾവിംഗ് കടക്കാം. ഓക്കെ, you copy down that problem.
A convergent divergent nozzle has an exit throat area ratio of 3. The stagnation properties of air at inlet 700 kilonewton per meter square and 90 degrees centigrade. The throat area is 10 centimeters square. Due to its operation at the off-design condition, a plane normal shock is seen to stand at a section where Mach number equal to 2. Determine the Mach number, static pressure, and static temperature at the nozzle exit. Assume isentropic flow before and after the shock. Problem copy ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം. ഫിഗർ കൂടി അങ്ങ് വരച്ചു. കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? Yes, sir. ഓക്കെ. അപ്പൊ ഇതില് ഒരു കൺവേർജന്റ് ഡൈവേർജന്റ് ആക്ട്, നമ്മൾ ഇന്നലെ അതിന്റെ മുമ്പത്തെ ദിവസം ചെയ്ത ഒരു ഡൈവേർജന്റ് ആക്ട് ആണ് കൺവേർജന്റ് ഡൈവേർജന്റ് ആക്ട്. വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ദിസ് കൺവേർജന്റ് ഡൈവേർജന്റ് ആക്ട് ഹിയർ? എന്താണത് പറഞ്ഞേക്കുന്നത്? നോസിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്, കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ. സോ എ കൺവേർജന്റ് ഡൈവേർജന്റ് ആക്ട് ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ്
എ ഫ്ലൂയിഡ് ഫ്ലോ ടു എ സൂപ്പർസോണിക്. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഒരു കൺവേർജന്റ് ഡൈവേർജന്റ് ഡക്റ്റിൽ അതിന്റെ ഡൈവേർജന്റ് പാർട്ടിൽ എന്താണ് സബ്സോണിക് ഫ്ലോ ആയിരിക്കും. ആൻഡ് ത്രോട്ടിൽ എന്താണ് സോണിക് കണ്ടീഷൻ ആണ്. ത്രോട്ടിന്റെ റൈറ്റ് സൈഡ് ദാറ്റ് മീൻസ് ദ ഡൈവേർജിംഗ് പാർട്ട് ദ ഫ്ലോ ഈസ് ഗെറ്റിംഗ് ആക്സിലറേറ്റഡ് ടു എ സൂപ്പർസോണിക്. അപ്പൊ അതാണ് നോർമൽ ഓപ്പറേഷൻ. അത് നോർമൽ ഓപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത് ഡിസൈൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ ആ നോസിന്റെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ഡിസൈൻ ഓഫ് ഡിസൈൻ കണ്ടീഷൻസ് ഒക്കെ നമ്മളോട് പറഞ്ഞതാണ്. എന്താണ് ഓഫ് ഡിസൈൻ കണ്ടീഷൻസിൽ ഒരു നോസിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്. അപ്പൊ അതിന്റെ ഒരു കേസാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ് നോസിൽ ഈസ് ഓപ്പറേറ്റഡ് അറ്റ് എ ഓഫ് ഡിസൈൻ കണ്ടീഷൻ. അതിന്റെ ഡിസൈൻ കണ്ടീഷൻസിലല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നോർമൽ ഷോക്ക് ഇസ് ദെയർ ഇൻ ദി ഡൈവേർജിംഗ് സെക്ഷൻ ഓഫ് ദ ടാങ്ക്. നമ്മൾ ഡിസൈൻ കണ്ടീഷൻസിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫ്ലോ വിൽ ബി കണ്ടിന്യൂസ്. ദർ വിൽ നോട്ട് ബി എനി ഡിസ്കണ്ടിന്യൂറ്റി ഇൻ ദി നോസിൽ പാസേജ്. ബട്ട് വെൻ ദീസ് ഓപ്പറേറ്റഡ് അറ്റ് ഓഫ് ഡിസൈൻ കണ്ടീഷൻ യു ഹാവ് എ നോർമൽ ഷോക്ക് സ്റ്റാൻഡിങ്. സ്റ്റാൻഡിങ് മീൻസ് സ്റ്റേഷനറി എന്നുള്ള രീതിയിലാണ്. സ്റ്റാൻഡിങ് ഇൻസൈഡ് ദ ഡെക്ക് അറ്റ് സം ലൊക്കേഷൻ. അതുകൊണ്ട് ഡൈവേർജന്റ് പാർട്ടിൽ വരാൻ കാരണം ഡൈവേർജന്റ് പാർട്ടിലാണ് ഫ്ലോ സൂപ്പർസോണിക്കിലോട്ട് കടക്കുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സബ്സോണിക്കിൽ നോർമൽ ഷോക്ക് കണ്ടീഷൻ ഒക്യൂർ ചെയ്യാറില്ല. ഷോക്കേഴ്സ് ആർ ഓൾവേസ് ഒക്യൂറിംഗ് ഇൻ സൂപ്പർസോണിക് ഫ്ലോസ്. അപ്പോൾ സൂപ്പർസോണിക് ഫ്ലോ വരുന്നത് ഡൈവേർജന്റ് സെക്ഷനിലാണ്. സോ വി ഹാവ് എ നോർമൽ ഷോക്ക് സ്റ്റാൻഡിങ് ഇൻസൈഡ് ഇൻ ദി ഡൈവേർജന്റ് പാർട്ട് ഓഫ് ദി നോസിൽ. ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റിലെ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എയറിന്റെ ഇൻലെറ്റ് പ്രോപ്പർട്ടി നോസിലിന്റെ ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് രണ്ടും തന്നേക്കുന്നത്. 700 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ, 90 ഡിഗ്രി സെന്റിഗ്രേഡ് ഇസ് ദി സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അറ്റ് ദി ഇൻലെറ്റ്. Then throat area is specified 10 centimeters square. And here in this case you have given the location of the shock wave. Shock wave എവിടെയാണ് ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഷോക്ക് വേവിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു. എവിടെയാണ് മാക് നമ്പർ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഷോക്ക് വേവ് ഈസ് അപ്പിയറിംഗ് അറ്റ് എ സെക്ഷൻ വേർ ദ മാക് നമ്പർ ഈസ് 2. മാക് നമ്പർ 2 വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ അതിന്റെ അപ്സ്ട്രീം മാക് നമ്പർ ആണ് തന്നിരിക്കുന്നത്. MX നമ്മൾ പറയുന്നത് അതാണ് തന്നിരിക്കുന്നത്. വി ഹാവ് ഗിവൺ ദി അപ്സ്ട്രീം കണ്ടീഷൻ ഓഫ് ദ മാക് വേവ്. The shock wave, that is MX is 2 given. Then we have to determine the exit condition of the nozzle. The nozzle exit properties are evaluated. The Mach number, static pressure, static temperature. And as before and after, you have given before and after the shock wave, the flow is assumed as isentropic. Our assumption would have. So let us now go to the solution of the problem. Then ഈ ബോഡി വരയ്ക്കുന്നത് കാണുന്നുണ്ടോ എന്ന് പറയണേ. Are you able to see the board, whiteboard? Yes, sir. Okay. Sir. അതുപോലെ you have a convergent divergent duct. അപ്പോൾ അതിന്റെ ഈ സെക്ഷൻ വരയ്ക്കുന്നതിന് കുറച്ച് ഇതാണ്. ഞാൻ ഇതിൽ എക്സ്പേർട്ട് അല്ല ഈ ഒരു ബോർഡിൽ. പുതിയൊരു ബോഡി വെച്ച് ചെയ്യുവാണ്, എക്സ്പെരിമെന്റ് ചെയ്യുവാണ്. സോ യു ഹാവ് ദി ത്രോട്ട്. സോ ദിസ് ഈസ് യുവർ ത്രോട്ട്. അതിന്റെ ഇൻലെറ്റിലെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ദി ഇൻലെറ്റ് സെക്ഷൻ. ലെറ്റ് us denote this as the inlet section. Inlet, and you have the exit here. The exit അതിൻ്റെത്. So this is your exit, and you have the normal shock wave here inside the divergent part. And we can represent the with അതിന്റെ എന്താണ് അപ്സ്ട്രീം, അതുപോലെ തന്നെ ഇത് അതിന്റെ ഡൗൺ സ്ട്രീം. ഇത്ര കേസസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് ലെറ്റസ്റ്റ് നിങ്ങൾ വരച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ 1 2 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവും. കൺഫ്യൂഷൻ വേണ്ട. നമുക്ക് ഇതിന് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഇത് എക്സും ഇത് വൈയും ആയിട്ട് നമുക്ക് എടുക്കാം. എക്സ് ആൻഡ് വൈ. സോ ദിസ് ഈസ് ദി നോർമൽ ഷോക്ക്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഐസെൻട്രോപിക് ആണ്. അപ്പോൾ ഫ്ലോ സെക്ഷൻ ഐ തൊട്ട് y എക്സ് വരെ ഇത് വരെ ഐസെൻട്രോപിക് ആണ്. സോ ലെറ്റ് us say this is ഇത് ഐസെൻട്രോപിക് ആണ്. സോ ഹിയർ ദി ഫ്ലോ ഈസ് ഐസെൻട്രോപിക്. നമ്മൾ ഇന്നലെ സോൾവ് ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ട. ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കൺവേർജന്റ് ഡൈവേർജന്റ് ഡക്റ്റിന് ഇത് വരുന്നുള്ളൂ. സോ ഹിയർ ദ ഫ്ലോ ഈസ് ഐസെൻട്രോപിക്. സിമിലർലി ഫ്രം ഈ സെക്ഷൻ ഇവിടെയും എന്താണ് ഐസെൻട്രോപിക് ആണ്. അതിന്റെ ഡൗൺ സ്ട്രീം.
And this is the region where the shock goes. This is shock in the region. Here we have the shock goes. Okay, here also the flow is isentropic. So നിങ്ങൾ ആകെ ആ ചേഞ്ച് ചെയ്യേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ ആ ഡയഗ്രത്തിൽ 1 and 2 വരെ നമ്മൾ XY എന്നുള്ളത് നമ്മൾ ആക്കിയുള്ളൂ. കാരണം നമ്മൾ എല്ലാ ഇക്വേഷൻസിലും PX PY എന്നാണ് ഇടുന്നത്. ഡാറ്റാ ബുക്കിൽ അതേ നൊട്ടേഷൻസ് ആണ്. അപ്പോൾ അതിന് 1 and 2 വെച്ച് കൺഫ്യൂസ്ഡ് ആവേണ്ടത് ലേറ്റർ. പിന്നെ ഇതിന് തന്നേക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ തന്നിട്ടുണ്ട് നമുക്ക്. ഏതാണ് POI തന്നിട്ടുണ്ട്. ഇൻഡെക്സിലെ POI എത്ര തന്നേക്കുന്നത് 700 അല്ലേ, 700 യൂണിറ്റ് കൂടി നോക്കിയോളൂ, കിലോ പാസ്കൽ തന്നിട്ടുണ്ട്. പിന്നെ POI തന്നിട്ടുണ്ട്, ഇൻലെറ്റിലെ ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണത് 90 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. Now requirement is you want to find out what is the Mach number at the exit. ഇതറിയണം. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്തൊക്കെയാണോ അറിയേണ്ടതെല്ലാം എന്തൊക്കെയാ, സോറി നോട്ട് ദിസ് വൺ. So T you have to find out. Then pressure, exit pressure. ഇതാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് കൂടെ അല്ലേ കിടക്കാം. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? So let us now, as stated yesterday, here we can divide the entire flow into 3 regions. The region 1 to the left of the shock curve, then region 2 the shock curve region, and this is the region 3. 3 regions ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. Isentropic flow to the left of the shock curve, isentropic region to the right of the shock curve, and in between you have the discontinuity region 2. ഇത്രയും കാര്യങ്ങളാണ് ആ ഡയഗ്രത്തിൽ പറഞ്ഞേക്കുന്നത്. So you write below that, you write in this case we can divide the flow between the flow inside the nozzle into 3 regions. You can divide the flow inside the nozzle into 3 regions. And ആദ്യത്തെ എന്താണ് 1 എന്ന് പറയുന്നത്? 1 is isentropic region, 2 shock curve region, and 3 again isentropic region. So 1 isentropic region, 2 shock curve region, and 3 isentropic region. Given, write down the given data. POI equal to 700 kilopascal and POI equal to 90 degree centigrade. വേറെ എന്തെങ്കിലും ഡാറ്റ തന്നിട്ടുണ്ടോ എന്നുള്ളത് ക്വസ്റ്റിൽ പറഞ്ഞ ഇതിലുണ്ടോ? ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. മാക് നമ്പർ തന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ലെറ്റ് us say this is the flow direction. So you have, so this Mach number is mx, and downstream Mach number my. ഇത് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കാം. Then another thing given is the ratio തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ റേഷ്യോ തന്നേക്കുന്നത് നോക്കിയാൽ, റേഷ്യോ ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് സെന്റൻസ് അങ്ങനെയാണല്ലോ, എക്സിറ്റ് ഏരിയ ടു ആണോ? എന്താ തന്നേക്കുന്നത്? A convergent divergent nozzle has an exit to throat area ratio of 3. അതായത് എക്സിറ്റ് ഏരിയ എന്ന് പറയുന്നത് A, exit area is AE divided by throat area AT equal to എന്താണ് 3. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. So you note down the given data. POI 700 kilopascal, TOI 90 degree centigrade, and AE by AT as 3. ഇത്രയും കാര്യം തന്നിട്ടുണ്ട്. Now you consider the region 1. Consider the isentropic region 1. Isentropic region 1 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ എന്താണ്? റീജിയൻ 1 എന്ത് കാര്യം പറയാം നമുക്ക്? റീജിയൻ 1 ഐസെൻട്രോപിക് ആണ്. അതായത് I തൊട്ട് X വരെ ഐസെൻട്രോപിക് റീജിയൻ ആണെങ്കിൽ എന്ത് പറയാം നമുക്ക് അതിന്റെ കേസിൽ? എന്ത് പറയാം?
പ്രഷറും ടെമ്പറേച്ചറും ഈക്വൽ ആണ് അവിടെ. ഏത് പ്രഷറും ടെമ്പറേച്ചറും? ഇൻലെറ്റ് പ്രഷറും ഇൻലെറ്റ് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ പ്രഷർ. സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് കോൺസ്റ്റന്റ് ആണ്. അതായത് POI വിൽ ബി സെയിം ആസ് POX അല്ലേ? I to X എന്ന് പറയുന്നത് ഐസോട്രോപിക് ആണെങ്കിൽ ഇൻലെറ്റിലെ നോസിന്റെ ഇൻലെറ്റിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നെ ആയിരിക്കും ടോപ്പോവിന്റെ അപ്സ്ട്രീമിലെ സ്റ്റാഗ്നേഷൻ പ്രഷർ. POI വിൽ ബി സെയിം ആസ് POX. POI will be equal to POX. അപ്പൊ അത് എഴുതിക്കോളൂ. The isentropic flow region 1, we have POI equal to POX equal to, നമുക്ക് പിന്നെ വേണം ചോക്കോ ടേബിൾ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും നമുക്ക് അറിയണം. For region 1, for the isentropic region 1, we have POI equal to POX equal to 700 kilopascal. അവിടെ ചെയ്യാറൊന്നുമില്ല. POI equal to POX equal to 90 degree centigrade. അങ്ങനെ കൺവേർട്ട് ചെയ്തോളൂ. നിങ്ങൾ എത്ര വരും? 90 വരുമ്പോൾ 90 ഡിഗ്രി സെന്റിഗ്രേഡ് എന്ന് പറയുമ്പോൾ 363 കെൽവിൻ. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന എന്താണ് ഈ MXന്റെ വാല്യൂ അറിയാം. MX എത്ര തന്നിട്ടുണ്ട്? MX is 2. Choco is occurring at the section where Mach number is 2. So that data is also given. ഇനി ചെയ്യേണ്ട എന്താണ്? നമ്മൾ ചോക്കോ ടേബിളിലോട്ട് പോകുക. കാരണം നമുക്ക് ഇനി ഐസോട്രോപിക് ടേബിളിൽ നിന്ന് ഇപ്പോൾ ഡയറക്ട്ലി യൂസ് ചെയ്യാനായിട്ടുള്ള ഒന്നുമില്ല, നമുക്ക് ഒന്നും തന്നിട്ടില്ല. So better we will be first you take the Choco table, normal Choco table, and corresponding to the upstream Mach number of MX equal to get the property ratio from there. Padadin here. Right? From normal Choco table, gamma value പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. എപ്പോഴും ഓർക്കുക, എയർ ആണ് ഫ്ലൂയിഡ് എങ്കിൽ യു ക്യാൻ ഓൾവേസ് അസ്യൂം ഗാമ ആസ് 1.4 ആൻഡ് R 287 ജൂൾ പെർ കിലോഗ്രാം കിലോ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിലും എയർ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എടുക്കാം. നോർമലി നമ്മൾ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആണ്. അതർവൈസ് ഇറ്റ് വിൽ ബി സ്റ്റേറ്റഡ് ദെയർ. വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് ആണ് അല്ലെങ്കിൽ ഗാമ വാല്യൂ വേറെ ഏതെങ്കിലും വെച്ചിട്ടാണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും. തന്നിട്ടില്ലെങ്കിൽ നോർമലി നമ്മൾ ഗാമ R വാല്യൂസ് എയറിന്റെ കേസിൽ എടുക്കുന്ന വാല്യൂസ് ഇതാണ് ചെയ്യുക. അപ്പൊ അത് യു നോട്ട് ഡൗൺ from the Choco table എടുത്തിട്ട് MX equal to 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ഏരിയ ഏതൊക്കെയാണ്? പ്രഷർ MY, PY by PX, TY by TX, POY by TX. ആ ഡാറ്റ എല്ലാം എഴുതിക്കോളൂ. എന്ത് വരും? ഉണ്ടോ? ചോക്കോ ടേബിൾ എടുത്തോ? യു റീഡ് ഫ്രം MX equal to 2, what is MY, PY by PX, TY by TX? MY 0.577. So MY, ഒരു മിനിറ്റ്, so MY is 0.577. MY 0.577. Then PY by PX 4.5. PY by PX 4.5. 4.5. TY by TX. Then TY by TX എന്ത് വരും? 1.687. 1.687. പിന്നെ നമുക്ക് POY by POX എടുക്കാം. നമുക്ക് അറിയാവുന്നൊരു ഡാറ്റ അതല്ല. 0.721. POY by POX 0.721. 0.721. POY by PX. അതും എടുക്കാം. കാരണം അത് നമുക്ക് അല്ല, അത് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? PX രണ്ടും അണ്ണോണല്ലേ? അല്ല, അറിയാമല്ലോ. ഇല്ല അറിയത്തില്ല. ഇല്ല, POY അറിയത്തില്ല. POY കാണാം. POY കണ്ടതിന് ശേഷം കണ്ടുപിടിക്കാം. ഓക്കെ, റൈറ്റ്.
അത് എടുത്തോളൂ, അത് വേണം എടുക്കാം. POY by PX 5.641. POY by PX 641. 5.641. ഓക്കെ, 5.641. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. POY കണ്ടുപിടിക്കാമല്ലോ ആദ്യം. ഈ ഡാറ്റയെന്ന് POX നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 700 kN per meter square തന്നെയാണ്. POY കണ്ടുപിടിക്കാം. POY കിട്ടിയ ഇവിടുന്ന് PX കണ്ടുപിടിക്കാം. സോ യു ഫൈൻഡ് ഔട്ട് ദോസ് ടു. മറ്റുള്ള നമുക്ക് ഇതിനെ ഐസെൻട്രോപിക് ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച് തരാം. സോ സോൾവ് യു POY ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കുക, PX ഈക്വൽ ടു, ഇത് രണ്ടും കിട്ടുകൊടുന്നു. ഇതെല്ലാം ഷോക്ക് ടേബിൾസിൽ നിന്നാണ്. ഗാമ 1.4 ഇത് വരും. POY by POX is 0.721. So POY will be 0.721 into 700. എത്ര വരും? 504.7 kilopascal. 504.7 kilopascal. ഇത് PX ഇത് കിട്ടിയതിന് പിന്നെ ഇവിടുന്ന് PX വേണം. This by 5.641 വരും. $89.47 kilopascal. 89.47. Okay, 47 kilopascal. Okay. PX കിട്ടിയിട്ട് PY കിട്ടുമല്ലോ അല്ലേ? PY ഇവിടുന്ന് PY കാണാം. PY to calculate PY, what is PY? 4.5 times 89.5, 89.47. $402.6 kilopascal. 402.6 kilopascal. 6. Any value? ഇതിന് വാല്യൂ കാണാൻ പറ്റും? ഹലോ ഹലോ സാർ, ഇടയ്ക്ക് കേട്ടില്ല. കേൾക്കാവോ ഇപ്പൊ പറയുന്നത്? കേൾക്കാം. ഓക്കെ. അല്ല, ഇപ്പൊ നമ്മളിപ്പോ PYയും PXും നമ്മൾ കണ്ടു. നമുക്ക് ഇതിന്റെ അകത്ത് ഡാറ്റ ഒന്നും തന്നിട്ടില്ല. ഇവിടെ നിന്ന് ഇപ്പൊ കാണാൻ പറ്റത്തില്ല. ബട്ട് യു ക്യാൻ ഫൈൻഡ് നൗ. അതിന് ഡൗൺ സ്ട്രീമിലെ മാക് നമ്പർ വാല്യൂ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ കാണാൻ പറ്റും? MY നമുക്കിപ്പോൾ അറിയാം, ഷോക്ക് കഴിഞ്ഞിട്ടുള്ള മാക് നമ്പറിന്റെ വാല്യൂ. ആ മാക് നമ്പർ യൂസ് ചെയ്തിട്ട് ഇനി എവിടെ നിന്ന് കിട്ടും നമുക്ക്? ആലോചിച്ച് നോക്കൂ. ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട് കാണാൻ പറ്റുമോ? പറ്റുമല്ലോ. എങ്ങനെ കാണാൻ പറ്റും? പറയേ. Okay, you find that one? ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നേ? Sir. കേൾക്കാം സാർ, കേൾക്കാം. എങ്ങനെ കാണാൻ പറ്റും? ഇപ്പൊ MY നമുക്കറിയാം, ഷോക്ക് കഴിഞ്ഞിട്ടുള്ള മാക് നമ്പറിന്റെ വാല്യൂ അറിയാം. ഈ വാല്യൂ വെച്ചിട്ട് ഇനി ടെമ്പറേച്ചർ എങ്ങനെ കാണാൻ പറ്റും? ഷോക്കോവിന്റെ PYയും PXും കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് പറഞ്ഞു? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഷോക്കോ ഉണ്ടായാലും ത്രൂ ഔട്ട് ദ ഡെപ്ത് വിച്ച് വിൽ ബി കോൺസ്റ്റന്റ്. Which property will be TOY. Stagnation properties, stagnation temperature value constant ആയിരിക്കും. അപ്പോൾ അത് എഴുതിക്കോളൂ. We have PO constant throughout അല്ലേ? അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് പോവാനി. We have TOX will be same as POY. എത്രയാണ്? 90 അല്ലേ? 90 ഡിഗ്രി സെന്റിഗ്രേഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു
TOI എന്ന് പറയുന്നത് തന്നെ TOX. TOX ഉം TOI സെയിം ആണ്. കാരണം ഫ്ലോ അക്രോസ് ദ ഷോക്ക് ഈസ് അഡയാബാറ്റിക്. അഡയാബാറ്റിക് ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് എത്ര ഒരു 563 കെൽവിൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട? ഈ ഐസെൻട്രോപിക് ടേബിൾ എടുത്തിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ റേഷ്യോ എടുത്താൽ മതി. സോ യൂസ് ദി ഐസെൻട്രോപിക് ടേബിൾ. 363 അല്ലേ? Okay. 363 Kelvin. Isentropic table, you consider the table for gamma 1.4 at MY 0.577. നമുക്ക് വേണ്ടത് മാത്രം മതി. അവിടെ ഏരിയ റേഷ്യോ കൂടെ കണ്ടോളൂ. കാരണം ഏരിയ ടേംസ് വന്നിട്ടുണ്ടോ നമുക്ക്. സോ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ. TY/T അവിടെയുള്ളതാണ് നമുക്ക് വേണ്ടത്. ഏതാണ്? TY/TOY കണ്ടുപിടിക്കുക. Then one more is area by AY by A asterisk, and this will be for region 3. അത് ഇന്നലെ പറഞ്ഞു എന്താണെന്നുള്ളത്. കാരണം region 1 ഉം region 2 ഉം കണ്ടിന്യൂസ് അല്ല. In between you have discontinuity, so you will be having separate critical area or critical section for region 1 and region 2. So ഇത് രണ്ടും ഇവിടെ നിന്ന് എത്ര നോക്കിയത്? ഇതൊരു TOY, TY/TOY 0.939. ഏതാ ഇത് അല്ലേ? 939. 0.939. ഓക്കെ, ഇത് ഏരിയ റേഷ്യോ AY by A asterisk for 3 region 3. ഏരിയ റേഷ്യോ ഇല്ല അവിടെ. 0.577. 1.226. 1.226. Okay. So now you find out TY, TOY അറിയാം. TOY അറിയാം. TY കാണുക. TY കണ്ട TX കാണുക. കിട്ടിയോ? Sir. എത്ര കിട്ടും? TY 340.857. 340 point. So TY is, TY you will be getting 340.857. Okay. Then TY, TX എത്ര കേട്ടോ? TX TY/TX റേഷ്യോ കണ്ടുവച്ചേക്കാണ്. 202 എത്ര ആണോ? കറക്റ്റാണോ? Yes, sir. ഓക്കെ, 202 Kelvin. ഓക്കെ, അതിന്റെ ഡെസിമൽ നമ്പറിലൂടെ എഴുതിക്കുള്ളൂ. അപ്പൊ TY/TX ആയി. അപ്പൊ നമുക്ക് ഷോക്കോന്റെ അപ്സ്ട്രീം ഡൗൺ സ്ട്രീം കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? അപ്സ്ട്രീമിൽ എല്ലാ വാല്യൂസും കിട്ടിയില്ലേ? PX അറിയാം, TX അറിയാം, MX അറിയാം, POX അറിയാം, TOX അറിയാം. അതുപോലെ തന്നെ ഡൗൺ സ്ട്രീമിലെ MY, TY, PY, TOY ഇതെല്ലാം അറിയാം. Now you use these data to get the exit properties of the node. അപ്പോൾ ഒരു ഏരിയ റേഷ്യോ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ഏരിയ റേഷ്യോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒരു ഏരിയ റേഷ്യോ കൂടി കാണാനും പറ്റും നമുക്ക്. ഏതാണ്? MX ന്റെ വാല്യൂ അറിയാന്നുണ്ടെങ്കിൽ
mx ന്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് യു ക്യാൻ ഫൈൻഡ് അനദർ ഏരിയ റേഷ്യോ ഫ്രം ദ ഡാറ്റ ബുക്ക്. ഐസോട്രോപിക് ടേബിളിൽ തന്നെ എടുക്കാൻ പറ്റും. കാരണം റീജിയൻ 1ന്റെ ഏരിയ റേഷ്യോ ax ബൈ, അപ്പൊ അത് കണ്ടുപിടിക്കാം. അപ്പൊ again you refer the isentropic table. Isentropic table ഏതാണ്? At mx equal to 2, see what will be your area ax by a asterisk for region 1. ഈ ഡാറ്റ കൂടി എടുക്കും. അല്ലല്ല മായ്ക്കോ. 1.687. എത്ര? ഒരു മിനിറ്റ്. 1.687. ഓക്കെ. വേറെ ഏരിയ നമുക്ക് അറിയാവുന്നത് ഞാനിവിടെ സൈഡ് എഴുതുകയാണ് എ ഇ ബൈ AT നിങ്ങൾക്ക് അറിയാം. ഏതാണ്? 3. So now you find out ഈ 3 ഏരിയ റേഷ്യോ യൂസ് ചെയ്തിട്ട് യു ഗെറ്റ് ദി ഏരിയ റേഷ്യോ ഫോർ നോസിൽ എക്സിറ്റ്. എക്സിറ്റിന്റെ AE ബൈ A ആസ്ട്രിക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് കണ്ടുപിടിക്കാതെ. അതെങ്ങനെ? എനിക്കറിയത്തില്ലല്ലോ അത്. ഏതാ? കേട്ടില്ല. ഈ 3 ഏരിയ റേഷ്യോ മതി, അത് കമ്പൈൻ ചെയ്താൽ കിട്ടും. What about AX and AY? AX and AY separate area അല്ല. AX and AY you can take at those areas are equal. കാരണം വെച്ചാൽ XN by denote the upstream and downstream. The upstream and downstream of the shock wave. And you know shock wave is a very thin region. So അതിന്റെ thickness എന്ന് പറയുന്നത് mean free pathന്റെ ഓർഡറിലാണ്. So X and Y is not having that much separation. നമ്മൾ വരയ്ക്കുമ്പോൾ ബോഡി വരയ്ക്കുമ്പോൾ 2 സെപ്പറേറ്റ് റീജിയൻ സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. AX and AY are treated as equal. അപ്പൊ അത് ഡിഫറെന്റ് ഏരിയ അല്ല. AX same as AY. ഒരു തിൻ സെക്ഷൻ ആണത്. അതിന്റെ എക്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ AX AY ആ സെപ്പറേറ്റ് ആയിട്ട് 2 റീജിയൻ സെക്ഷൻ ആയിട്ട് കാണിക്കുന്നത്. അത് റെപ്രസെന്റേഷൻ മാത്രമാണ്. ആക്ച്വലി AX and AY you can take as equal. So കണ്ടൂടെ? ഈ 3 ഏരിയ കാണാൻ പറ്റും. So combine these 3 areas. ഒന്നത്, രണ്ടാമത്തത്, മൂന്നാമത്തെ തന്നേക്കുന്ന ഏരിയ റേഷ്യോ. What you need is you need to get the value of AE by A asterisk. ഇത് റീജിയൻ 3ക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഒറ്റ ഇത് മതി നമുക്ക് എക്സിറ്റിലെ പ്രോപ്പർട്ടീസിലോട്ട് പോകാനായിട്ട്. ഓക്കെ, പറ്റുമോ? നോക്കട്ടെ, ട്രൈ നോക്ക്. You have AX, A asterisk. ഈ 80 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? This 80 is, what is this 80? 80 എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? This is actually A asterisk for region 1. അല്ലേ? ആണോ? റീജിയൻ 1ന്റെ ക്രിട്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? മിനിമം ഏരിയ ആണ് ക്രിട്ടിക്കൽ ഏരിയ. ക്രിട്ടിക്കൽ ഏരിയ ഇസ് ദ മിനിമം ഏരിയ. സെക്ഷൻ 1 റീജിയൻ 1ന്റെ മിനിമം ഏരിയ ഏതാണ്? ഹലോ, 80 ആണ്. അപ്പൊ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്താൽ ഇത് കാണാം. AE by A asterisk ഈ 3 ഏരിയ റേഷ്യോ തന്നിട്ടുണ്ട്. 80 തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. So you can find out the
area ratio of the throat, not throat, sorry, nostril exit. ആ ഡാറ്റ മതി ചെയ്യാനായിട്ട്, ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ. ആ ഏരിയ റേഷ്യോ എത്ര വരുന്നെന്ന് പറയുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട്. AX AY ഈക്വൽ ആയിട്ട് എടുക്കാം. യു ക്യാൻ ടേക്ക് ദിസ് ആസ് ഈക്വൽ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു എന്താണ്? ഷോക്കോ ഇസ് എ തിൻ. ഷോക്കോ ഇസ് എ തിൻ റീജിയൻ. എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ മീൻ ഫ്രീ പാത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. സോ യു ക്യാൻ കൺസിഡർ AX ആൻഡ് AY ആർ ഈക്വൽ. So you can do the substitution there and find the area ratio for exit. Exit area ratio കിട്ടിയാൽ പിന്നെ സോൾവ് ആയി. എക്സിറ്റ് ആ ഏരിയ റേഷ്യോ ഡാറ്റാ ബുക്കിൽ എടുക്കുക. ഡാറ്റാ ബുക്കിൽ ഏതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ എന്നുള്ള റീഡ് ചെയ്യുക. ഷോക്ക് ടേബിൾ അല്ല, ഐസോട്രോപിക് ടേബിൾ എടുത്തിട്ട് ഏത് മാക് നമ്പറിന്റെ കറസ്പോണ്ടിങ് ആണ് ആ ഏരിയ റേഷ്യോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, ടൈം ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, ചെയ്തിട്ട് പറയും. Anyone calculated that value? അങ്ങനെ കിട്ടിയോ? സാർ 2.18 ആണ്. ചെയ്തതാണോ സ്ലൈഡ് ചെയ്ത് പറഞ്ഞതാണോ? അല്ല, ചെയ്തതാ. ഓക്കെ, റൈറ്റ്, കറക്റ്റ്. 2.158. അപ്പോൾ ആ ഏരിയ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട എന്താണ്? ഐസോട്രോപിക് ടേബിളിൽ see the മാക് നമ്പർ വാല്യൂ. ആ ഏരിയ റേഷ്യോ 2.15 കിട്ടുന്ന ഏരിയ റേഷ്യോ കിട്ടുന്ന മാക് നമ്പർ ഏതാണെന്നുള്ളത് നോക്കുക. മാക് നമ്പർ നോക്കുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു ഏരിയ റേഷ്യോ വെച്ച് നിങ്ങൾ മാക് നമ്പർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ ഫൈൻഡ് 2 മാക് നമ്പർ വാല്യൂസ് ദെയർ. വൺ സബ്സോണിക് വാല്യൂ, അനദർ വൺ ഏതാണ്? സൂപ്പർസോണിക് വാല്യൂ. അതിൽ ഏതെടുക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് തീരുമാനിച്ച് പറയാമോ? ഏരിയ റേഷ്യോ കറക്റ്റ് ആണ്, 2.157 കിട്ടും നിങ്ങൾക്ക്. സോ ആഫ്റ്റർ സോൾവിംഗ് യു വിൽ ബി ഗെറ്റിംഗ് AE ബൈ ദിസ് വാല്യൂ യു വിൽ ബി ഗെറ്റിംഗ് ആസ് 2.158 അല്ലേ? 2.158 ആണ് ഈ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക് നമ്പർ നിങ്ങൾ ഡാറ്റാ ബുക്കിൽ നോക്കുമ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, യു ക്യാൻ ഫൈൻഡ് 2 മാക് നമ്പർ വാല്യൂ ഫോർ എ ഗിവൺ ഏരിയ റേഷ്യോ. വൺ സബ്സോണിക് വാല്യൂ, സബ്സോണിക് മാക് നമ്പർ, അനദർ വൺ ഇസ് സൂപ്പർസോണിക്. അതിൽ ഏത് മാക് നമ്പർ എടുക്കും ഈ കേസിൽ? ഏത് മാക് നമ്പർ വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്കിതിൽ? സൂപ്പർസോണിക്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു. സൂപ്പർസോണിക് ആണോ സബ്സോണിക് ആണോ? ഇനിയിപ്പോ സബ്സോണിക് എന്ന് പറയരുത്, റീസൺ എന്താണെന്നുള്ള കൃത്യമായിട്ട് പറയണം. സാർ നോസിൽ. നോസിലാണ്. ഓക്കെ, നോസിൽ നോർമൽ ഓപ്പറേഷൻ ആണെങ്കിൽ ഇയാൾ പറയുന്നത് കറക്റ്റ് ആണ്. നോസിൽ എന്ന് പറയുമ്പോഴേ നമ്മൾ കയറി അതിന് സൂപ്പർസോണിക് എന്ന് പറയരുത്. നോസിൽ ഇഫ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അറ്റ് നോർമൽ ഡിസൈൻ കണ്ടീഷൻസ് വാട്ട് യു സെഡ് ഈസ് കറക്റ്റ് അല്ലേ? കാരണം അതിന്റെ എക്സിറ്റി വരുമ്പോൾ എന്ത് കിട്ടണം? സൂപ്പർസോണിക് വാല്യൂ കിട്ടണം, സൂപ്പർസോണിക് ആയിട്ടുള്ള ഒരു മാക് നമ്പർ വാല്യൂ കിട്ടണം. പക്ഷെ ഇത് നോർമൽ കണ്ടീഷനിൽ, ഡിസൈൻ കണ്ടീഷൻസിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? യു ഹാവ് എ നോർമൽ ഷോക്ക് അപ്പിയറിംഗ് ഇൻസൈഡ് ദി ഡക്ട്. ഡക്റ്റിന്റെ അകത്ത് ഡൈവേർജൻ പാർട്ടിലൊരു നോർമൽ ഷോക്ക് ഉണ്ട്. വൺസ് ഇറ്റ് ക്രോസസ് ദ നോർമൽ ഷോക്ക്, വാട്ട് ഹാപ്പൻഡ് ഹിയർ? ഷോക്കോന്റെ ഡൗൺ സ്ട്രീമിലെ കണ്ടീഷൻ എന്തായി? ഇപ്പൊ നോർമൽ ഓപ്പറേഷനിൽ ഞാൻ ഈ പറഞ്ഞത് ഇയാൾ പറഞ്ഞത് ശരിയാണ്. കാരണം കൺവേർജൻ പാർട്ടില് ഫ്ലോ ആക്സിലറേറ്റ് ചെയ്ത് ത്രോട്ടില് മാക് നമ്പർ 1 ആവും. ഡൈവേർജൻ പാർട്ടിൽ സൂപ്പർസോണിക് വെലോസിറ്റി, എക്സിറ്റ് വരുമ്പോൾ സൂപ്പർസോണിക് വെലോസിറ്റി ആണ് നമുക്ക് കൺവേർജൻ ഡൈവേർജന്റിന്റെ എക്സിറ്റ് കിട്ടുക. പക്ഷെ ഇവിടെ ഒരു നോസിലിന്റെ ഡൈവേർജൻ പാർട്ടില് യു ഹാവ് എ നോർമൽ ഷോക്കോ സ്റ്റാൻഡിങ്. അപ്പൊ ആ ഷോക്കോ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലോക്ക് എന്താ സംഭവിക്കുക?
അത് നമുക്ക് കിട്ടിയല്ലോ. നിങ്ങൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര മാക് നമ്പറിന്റെ വാല്യൂ കിട്ടിയ ഷോക്കോവിന്റെ ക്രോസ് ചെയ്യുമ്പോഴുള്ള മാക് നമ്പർ എത്രയായിരുന്നു? 0.578. അതിന്റെ മീനിങ് എന്താണ്? ഫ്ലോ എന്തായി? സബ്സോണിക് ആയി. സബ്സോണിക് ഫ്ലോ പിന്നെ ഡൈവർജൻ ഡക്റ്റിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു സബ്സോണിക് ഫ്ലോ ഡൈവർജൻ ഡക്റ്റിൽ ഫ്ലോ ചെയ്താൽ എന്താ സംഭവിക്കുക? ആക്സിലറേഷൻ ആണോ ഡീസലറേഷൻ ആണോ വരിക? പിന്നെ ഡീസലറേഷനേ വരത്തുള്ളൂ. കാരണം നമ്മൾ പെട്ടെന്ന് ആക്സിലറേഷൻ ലോസിൽ എന്ന് പറഞ്ഞാൽ ഹയർ മാക് നമ്പർ എഴുതി വെക്കരുത്. ഷോക്കോവിന്റെ ഡൗൺ സ്ട്രീമില് എന്താണ് സബ്സോണിക് ഫ്ലോ ആയി കഴിഞ്ഞു. പിന്നെ ഡൈവേർജൻ സെക്ഷനിൽ സബ്സോണിക് ഫ്ലോ ഓൾവേസ് ദാറ്റ് വിൽ ഗെറ്റ് ഡീസലറേറ്റഡ് ഫർദർ. അപ്പൊ എക്സിറ്റി വരുമ്പോൾ മാക് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 0.578 താഴെയുള്ള മാക് നമ്പർ ആയത് സബ്സോണിക് മാക് നമ്പർ ആണ് അവിടെ എടുക്കേണ്ടത്. ആ റീസൺ അവിടെ എഴുതി വെച്ചുള്ളൂ നിങ്ങൾ കേട്ടോ. അത് ദാറ്റ് റീസൺ യു ക്യാൻ നോട്ട് ഡൗൺ ദെയർ. ആ ഏരിയ റേഷ്യോ തെറ്റ് നമ്മൾ കാണുക. ഓക്കെ, കാര്യം പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്തോടെ വെച്ചോളൂ. സിൻസ് ദി ഫ്ലോ ഈസ് സബ്സോണിക് ആഫ്റ്റർ ദ ഷോക്ക് വേവ്, സിൻസ് ദ ഫ്ലോ ഈസ് സബ്സോണിക് ഇൻ ദ ഡൗൺ സ്ട്രീം ഓഫ് ദ ഷോക്ക് വേവ്, എന്താണ്? ദ ഫ്ലോ വിൽ ഗെറ്റ് ഡീസലറേറ്റഡ് ഇൻ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി ഡക്ട്. The flow will get decelerated in the remaining part of the duct. So that Mach number at the exit is subsonic. So the condition of the exit is subsonic. So deceleration നടക്കുള്ളൂ, ബാക്കിയുള്ള പാർട്ടിൽ ആക്സിലറേഷൻ നടക്കത്തില്ല. ഓക്കെ, ആ പ്രോബ്ലം ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മാക് നമ്പർ കിട്ടി കഴിഞ്ഞാൽ റെസ്റ്റ് യു കൻ ഡു. അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. So let us stop here today. നാളെ ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ മൊഡ്യൂൾ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. നാളെ നമ്മുടെ 9:30 മൊഡ്യൂൾ ടൈമാണ്. ഓക്കെ, നോ പ്രോബ്ലം. ആസ് യൂഷ്വൽ 9:30 കാണും കേട്ടോ. ഓക്കെ, താങ്ക് യു. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ മീറ്റ് അഗൈൻ ടുമോറോ. സാർ എക്സാം എഴുതാത്ത റീടെസ്റ്റിന്റെ ഇതായ സാർ? റീടെസ്റ്റിൻ്റെത് പറയാം. റീടെസ്റ്റിൻ്റെത് എനിക്ക് കുറെ പേര് ആപ്ലിക്കേഷൻ എ ബാച്ചിലെ കുറച്ച് പേര് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ബിയിലെ സ്റ്റുഡൻസിന്റെ കിട്ടിയിട്ടില്ല. 20 സ്റ്റുഡൻസ് ആബ്സെന്റ് കാണുന്നുണ്ട്. ഞാൻ 100 പേരാണ് നമ്മൾ എക്സാം എഴുതിയിരിക്കുന്നത്. അതിൽ എത്ര പേര് ടൈമിൽ സബ്മിറ്റ്, പത്ര കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ടില്ല. അത് ഞാൻ നോക്കാം. ഒത്തിരി ഡിലേ ആയിട്ട് സബ്മിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ റീടെസ്റ്റ് എഴുതേണ്ടി വരും. അപ്പൊ അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ ഈ വന്നിരിക്കുന്നവരുടെ എക്സാമിന് റീസൺസ് വന്നിരിക്കുന്ന മെയിലൊക്കെ സപ്ലിമെന്ററി എക്സാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഐ ഹാവ് ടു വെരിഫൈ വിത്ത് ദി എക്സാം സെൽ. അവർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം ആ ദിവസത്തിൽ. ഓക്കെ, ദെൻ വിൽ മീറ്റ് ടുമോറോ. ഒരു മിനിറ്റ്.